ഹലോ, നമസ്കാരം. ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും ഓഡിയോ ക്ലിയർ ആണോ എന്നൊന്ന് പറയണേ. നമ്മുടെ ലൈവിൽ ഓഡിയോ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഒന്ന് പറയണം ഓഡിയോ ക്ലിയർ ആണോ അല്ല എന്നുള്ളത്. ഹലോ, നമസ്കാരം. നമ്മൾ ഓഡിയോ കേൾക്കാൻ സാധിക്കുന്നുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. നേരത്തെ ഓഡിയോ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പം ഓഡിയോ ക്ലിയർ ആണോ, നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. 8 പേര് ഇപ്പം നമ്മളെ ലൈവ് ജോയിൻ ചെയ്തിട്ടുണ്ട്. നമസ്കാരം എന്ന് പറയുന്നുണ്ട്. ഓഡിയോ ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. ബിജു MT, ഓക്കെ, സന്തോഷം. അപ്പം ആദ്യത്തെ എനിക്ക് തോന്നുന്നു 1-2 പാട്ട് എൻ്റെ ഓഡിയോ ഇത്തിരി പ്രശ്നം ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. അടുത്തത് നമ്മൾ മിന്നടി മിന്നടി എന്ന പാട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പാടാൻ പോവുകയാണ്. നമ്മുടെ ദീപക് ദേവ് സാർ മ്യൂസിക് ചെയ്ത് നരൻ എന്ന സിനിമയിലെ പാട്ടാണത്. അതൊരു യുഗ്മഗാനമായിട്ട് ഞാനും എൻ്റെ മോളും പാടുകയാണ്. അപ്പോൾ എല്ലാവരും ആസ്വദിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സൗണ്ട് ഇപ്പോൾ ഓക്കെ എന്ന് മുസ്തഫ കമാൽ പറയുന്നുണ്ട്. ശരി, ഓക്കെ. അപ്പോൾ നമുക്കൊന്ന് പാട്ടിലേക്ക് പോവാം. മിന്നടി മിന്നടി മിന്നാമിനുങ്ങി മിന്നും നക്ഷത്ര പെണ്ണേ, മുങ്ങടി മുങ്ങടി പൊന്നിൽ മുങ്ങടി കൂരിരുൾ വീട്ടിലെ കണ്ണേ. മിന്നാമിനുങ്ങി മിന്നാമിനുങ്ങി പാതിര കണ്ണുള്ള കുഞ്ഞേ, ഓ മിന്നാമിനുങ്ങി മിന്നാമിനുങ്ങി പാതിര കണ്ണുള്ള കുഞ്ഞേ, ഓ ദൂരെ പോയതാരാണ്, മിന്നാമിനുങ്ങി മിന്നിത്തിളങ്ങുന്ന നക്ഷത്ര ലോകമില്ലെങ്കിൽ, ഓ മിന്നാമിനുങ്ങി മിന്നാമിനുങ്ങി നക്ഷത്ര ലോകമില്ലെങ്കിൽ, ഓ ദൂരെ വിട്ടെങ്ങോ മിന്നടി മിന്നടി മിന്നാമിനുങ്ങി മിന്നും നക്ഷത്ര പെണ്ണേ, മുങ്ങടി മുങ്ങടി പൊന്നിൽ മുങ്ങടി കൂരിരുൾ വീട്ടിലെ കണ്ണേ.
മിന്നുന്നി മിന്നും നക്ഷത്ര പെണ്ണേ മുങ്ങടി മുങ്ങടി പൊന്നിൽ മുങ്ങടി കൂരൽ വീട്ടിലെ പെണ്ണേ. അപ്പോൾ ഓക്കെ, ഞാൻ കമൻസിലോട്ട് പോവുകയാണ്. പി ആർ പത്മനാഭക്കുറുപ്പ് സാറ് നമസ്കാരം എന്ന് പറയുന്നുണ്ട്. ഒരുപാട് സന്തോഷം നമ്മുടെ ലൈവിൽ വന്നതിൽ. വിജയകുമാർ ഹായ് എന്ന് പറയുന്നുണ്ട്. ഹലോ നമസ്കാരം. ബിജു എം ടി ഇപ്പോൾ ഓക്കെ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. കേൾക്കാവുന്ന കമൻറ്റ് ചെയ്തിട്ടുണ്ട്. മുസ്തഫ കമാൽ നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകരാണ്. ഒരുപാട് സന്തോഷം മുസ്തഫ നമ്മുടെ ലൈവിൽ വന്നതിന്. ഹായ് എന്ന് പറയുന്നുണ്ട്. ഹലോ. മനോജ് രേവതിയും നമ്മുടെ ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹായ് ഹലോ മനോജ്. കേൾക്കാമെന്നപ്പോൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. മുസ്തഫ പറയുന്നു സൗണ്ട് ഓക്കെ ഓക്കെ. സുരേഷ് ഇവിടെ വിശ്വമാകെ എന്ന് പറഞ്ഞൊരു പാട്ട്, വിശ്വമാകെ വിശ്വം കാക്കുന്ന നാഥ എന്നാണോ ഉദ്ദേശിക്കുന്നത്, ഏതാണ് അത് പാട്ടെന്നൊന്ന് പറയണേ. വീഡിയോ സൗണ്ട് ഓക്കെ ഓക്കെ എന്ന് പറയുന്നുണ്ട്. ശബ്ദം കുറവുണ്ട് എന്ന് വിജയകുമാർ പറയുന്നുണ്ട്. ഇപ്പോൾ ഓക്കെ ആയല്ലോ അല്ലേ, ഇപ്പോൾ കുഴപ്പമില്ലല്ലോ. സിജുമോന ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമസ്കാരം എന്ന് പറയുന്നുണ്ട്. ഒരുപാട് സന്തോഷം നമ്മുടെ ലൈവിൽ വന്നതിൽ. മാക്സിമം ഞങ്ങളുടെ പേജ് സപ്പോർട്ട് ചെയ്യുക. അതായത് മരുതുക്കാവ് ക്ഷേത്രത്തിൻ്റെ FB പേജ് നിങ്ങളെല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനെയും എല്ലാവരും നമ്മുടെ പേജിലോട്ട് കൊണ്ടുവന്ന് അവരും ഈ സംഗീത സന്ധ്യ ആസ്വദിക്കട്ടെ. ഇപ്പോൾ കുഴപ്പമില്ല എന്ന് മനോജ് കുമാർ പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. നമസ്കാരം മനോജ് പറയുന്നുണ്ട്. ഒത്തിരി സന്തോഷം നമ്മുടെ ലൈവിൽ വന്നതിന്. രണ്ടുപേരും പൊളിച്ചു നൈസ് എന്ന് മുസ്തഫ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഹരികുമാർ ബാലകൃഷ്ണൻ നമ്മുടെ പേജിൻ്റെ അഡ്മിൻ ലൈവിൽ വന്നിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. നമസ്കാരം പറയുന്നുണ്ട്. ഒരുപാട് നമസ്കാരം. നമുക്ക് ഇന്നൊരു ലൈവിൽ ഈ പ്രോഗ്രാം അവതരിപ്പിക്കാൻ അവസരം തന്നതിന് അകമഴിഞ്ഞ നന്ദി കടപ്പാടും എല്ലാം അറിയിച്ചു കൊള്ളുന്നു. ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടായിരുന്നു ഞങ്ങൾക്ക് ഈ ഒരു ലൈവിൽ വരാൻ സാധിച്ചത്. അപ്പം അങ്ങനെ ഒരു പ്രോഗ്രാം കിട്ടിയതിൽ ഒത്തിരി സന്തോഷം. ബാസ് കൂട്ടാൻ പറ്റില്ലേ എന്ന് വിജയകുമാർ ചോദിക്കുന്നുണ്ട്. ഇപ്പം ഓക്കെ ആയിട്ടുണ്ട്. പാടുന്ന സമയത്ത് ബാസ് കൂട്ടിയിട്ടുണ്ട്. ബബിത മാനസ് ലൈവിൽ ജോയിൻ ചെയ്ത് നമസ്കാരം പറയുന്നുണ്ട്. ഒരുപാട് സന്തോഷം ബബിത. വെൽക്കം ടു അവർ ലൈവ്. മുസ്തഫ രണ്ടുപേരും മനോഹരമായിട്ട് പാടി. താങ്ക് യു മുസ്തഫ. താങ്ക് യു സോ മച്ച്. നിങ്ങളെ കമൻസാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രോത്സാഹനം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കമൻറ്റ് ചെയ്യുക. അതിൽ മാക്സിമം പറ്റുന്ന പാട്ടുകൾ നിങ്ങൾ പാടാൻ ശ്രമിക്കുന്നതായിരിക്കും. നെറ്റ് പ്രോബ്ലം ഉണ്ടല്ലേ എന്ന് ഹരികുമാർ. അതായത് ഇവിടെ കുറച്ച് മഴയും ഇത്തിരി പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഇടയിലായിരുന്നു ലൈവ് വന്ന്. എനിക്ക് ഒത്തിരി പേടിയുണ്ടായിരുന്നു, എങ്ങനെ വരും, നെറ്റ് ചതിക്കുകയോ ഇനി ലൈവ് എങ്ങനെ വരും എന്നൊക്കെ ഒത്തിരി പേടിയുണ്ടായിരുന്നു. എന്തായാലും നല്ലോണം പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വന്നത്. ഇടയ്ക്ക് ഇത്തിരി തടസ്സം ഉണ്ടെങ്കിൽ ഇപ്പം എല്ലാം ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു. കുട്ട ഒരു പാട്ട് പാടുമോ? തുളസിക്കതിരിനുള്ളി എടുത്തുന്ന പാട്ട് ചോദിക്കുന്ന ഹരിദാസ് KV. തീർച്ചയായിട്ടും പാടാം. തുളസിക്കതിരിനുള്ളി എടുക്കുന്നുള്ളത്. പ്രവീൺ CK നമ്മുടെ ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹായ് പ്രവീൺ. ഒത്തിരി സന്തോഷം ലൈവിൽ വന്നതിൽ. സുഭാഷ് വാരൂർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഗുഡ് എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഗിരീഷ് നാരായണൻ ഹലോ എന്ന് പറയുന്നുണ്ട്. ഹലോ ഗിരീഷ് ബൈ. ഗിരീഷ് നാരായണൻ നമുക്ക് സ്റ്റിക്കേഴ്സൊക്കെ അയച്ച് ക്ലാപ്പിൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ അയക്കുന്നുണ്ട്. സുഭാഷ് വാരൂർ കേൾക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും ക്ലാപ്പ് സ്റ്റിക്കേഴ്സൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷം ലൈവിൽ വന്ന് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തുളസിക്കതിർ നുള്ളിയെടുത്ത് എന്ന കരോക്കെ സോങ് ഇവിടെ ലഭ്യമായിട്ടുണ്ട്. ഞാനത് കുറച്ച് പാടാൻ ശ്രമിക്കാം. കണ്ണൻ്റെ പാട്ടാണ് അത്. വളരെ നല്ലൊരു പാട്ട് തന്നെയാണ്. അപ്പം അതിനൊക്കെ ആ സോങ് ഇത് ഇവിടെ പാടാം. എല്ലാവരും ആസ്വദിക്കുക, പ്രോത്സാഹിപ്പിക്കുക. ഇത് വന്ന് ഈയിടെ വന്ന ഏറ്റവും ഹിറ്റായൊരു പാട്ടാണ് ഈ പാട്ട്. തുളസിക്കതിരിനുള്ളി എടുത്തുന്ന സോങ് ഒത്തിരി ഹിറ്റായൊരു സോങ് ആണ്. അപ്പം ഈ പാട്ട് നിങ്ങൾക്ക് വേണ്ടി പാടാം. തുളസിക്കതിർ
തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണാ 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 കണ്ണാ. കാർവണ്ണൻ തന്നുടെ നേടി കായാമ്പൂ പൂവിരിച്ചു കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരവേശം. കാർവണ്ണൻ തന്നുടെ മേനി കായാമ്പൂ പൂവിരിച്ചു കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരവേശം. കാർവർണ്ണൻ തന്നുടെ നേടി കായാമ്പൂ പൂവിരിച്ചു കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരവേശം. ആനന്ദം പരവേശം. കണ്ണാടിയാടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ. കണ്ണാടിയാടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ. കണ്ണാടിയാടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ. ഒന്നൂടെ ആടൂലേ. കണ്ണാ 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 കണ്ണാ. കണ്ണാ കണ്ണാ തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണാ 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 കണ്ണാ. അപ്പോൾ എല്ലാവർക്കും ആ സോങ് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നത്. ഞാൻ വീണ്ടും കമൻസിലോട്ട് വരികയാണ്. നമ്മുടെ ഗിരീഷ് നാരായണീയം ആണെന്ന് പറയുന്നുണ്ട്. സോറി, വായിച്ചതിൽ തെറ്റിപ്പോയി, ക്ഷമിക്കണം. പൂവനങ്ങൾക്കറിയാമോ പാടാമോ എന്ന് ചോദിക്കുന്നുണ്ട് സുഭാഷ് വർമ്മയോ. ആ പാട്ട് നമുക്കറിയില്ല. നെല്ലനം ചൊല്ലുന്ന ചെല്ലക്കിളികൾ പാടാം. അതെ, മൂകാംബിക കീർത്തനം സോങ് പാടാമോ എന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മൂകാംബിക ദേവിയുടെ ഒരു പാട്ട് പാടാം. ഇതാണ് സൗപർണികാമൃതവീചികൾ പാടുന്നു നിന്റെ സഹസ്രനാമങ്ങൾ, പ്രാർത്ഥനാ തീർത്ഥമാടും എൻ മനം തേടും നിന്റെ പാതാരവിന്ദങ്ങളമ്മേ ജഗദംബികേ മൂകാംബികേ. സ്വരതലം പൊഴിയുമേ മൺവീണയിൽ താരസ്വരമായി ഉണരേണം നീ താരാപദങ്ങളിൽ നിറയേണം. അപ്പം മനോജ് ആവശ്യപ്പെട്ട പാട്ട് പാടി. എല്ലാവരും ചെല്ലുന്ന പാട്ട് പാടാം ചെറുതായിട്ട്. ഇതൊക്കെ ഇഷ്ടമുള്ള പാട്ടാണ്. അതിലെല്ലാവരും ചെല്ലുന്ന ചില കൈകൾ പാടാൻ ശ്രമിക്കാം.
ലല്ലനം ചൊല്ലുന്ന ചെല്ലക്കിളികളെ വേരപ്പൊരുക്കും കടകടയിക്കട ഇക്കടക്കിത്തരം തേടുവാൻ കൂടാമോ ഇല്ലെങ്കിൽ ചൊല്ലെങ്കിൽ ഇല്ല സമ്മാനം വേടക്കുരുവികളെ ചോരപ്പറവകളെ മേടിച്ച കാത്തിരങ്ങു ഒരു വേണം വല വിരിച്ചു കിളിക്കുത്തെറിഞ്ഞു ഒത്തിരി വിത്തെറിഞ്ഞു പക്ഷികൾ വന്നണഞ്ഞു പാവങ്ങൾ വന്നണഞ്ഞു കൊക്കുരുക്കി കാലുടക്കി കാലുടക്കി മേലുടക്കി പറന്നു പറന്നു പോ നീലക്കുരുവികളെ ചോരപ്പറവകളെ വേളിച്ച കാത്തിരുന്നു ഒരു വേണം വല വിരിച്ചു ഒത്തിരി വിത്തെറിഞ്ഞു ഒത്തിരി കുത്തെറിഞ്ഞു സോറി ലിറിക്സ് മറന്നുപോയി അതാണ്. ഓക്കെ, അപ്പോൾ ഹായ് സൂപ്പറിനോട് സുഭാഷ് വാര്യർ കമന്റ് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ബിന്ദു പ്രേംജിത്ത് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നുണ്ട്. തുളസിക്കതൊരു സോങ് മോള് പൊളിച്ചു. ഞാൻ പാടിയത് ശരിയായി, മോള് മാത്രമേ പാടിയത് ശരിയായിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിൽ. ശ്രീഹരി ഫാൻസ് കേരളയുടെ ആശംസകൾ പറയുന്നുണ്ട്. ഒരുപാട് സന്തോഷം ബിന്ദു പ്രേംജിത്ത് കണ്ണൻ. ശ്രീഹരി ഫാൻസ് കേരളയുടെ FB പേജിൽ ഞങ്ങൾക്ക് ഒരവസരത്തിൽ പാടാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. പൂമുത്തോടെ എന്നുള്ള സോങ് ചോദിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും പാടാം. ബിന്ദു പ്രേംജിത്ത് ഇവിടെ ഒരു സ്റ്റിക്കർ ഇട്ടിട്ടുണ്ട്, പൂച്ചൻ്റെ ഒരു സ്റ്റിക്കറൊക്കെ തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നുണ്ട്. ഒത്തിരി എന്താണ് ഉമ്മ തരുന്നുണ്ട് മോക്ക്, പാട്ട് ഇഷ്ടപ്പെട്ടവരുടെ സൂപ്പർ എന്ന് പറയുന്നുണ്ട്. ഒരുപാട് സ്റ്റിക്കർ കമൻസ് ആയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും കിടു പ്രോഗ്രാം ഓൾ ദ ബെസ്റ്റ് എന്ന് പുസ്തകം പറയുന്നുണ്ട്. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്കും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അപ്പം സിജിൻ മനോഹർ ഇവിടെ നമസ്കാരം പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഒരു പാട്ടിൻ്റെ ഒരു സ്റ്റിക്കറൊക്കെ നമുക്കിവിടെ ബിന്ദു പ്രേംജിത്ത് ഇട്ടിട്ടുണ്ട്. മരുതുക്കാവെന്ന് ചോദിക്കുന്നത് കാനനവാസ പാടാമെന്ന്. തീർച്ചയായിട്ടും പാടാം. അപ്പം പൂമുത്തോടെ എന്നുള്ള സോങ് നല്ല വോയിസ് മുസ്തഫ പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഒത്തിരി സ്റ്റിക്കർ കമൻസ് ഇട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ബിന്ദു പ്രേംജിത്തിന് ഒരുപാട് ഒരുപാട് നന്ദി. പൂമുത്തോടെ സോങ് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പൂമുത്തോടെ രണ്ടുപേര് പാടാം. മോള് സൂപ്പറായി പാടിയെന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ബിന്ദുക്കണ്ണ സ്റ്റിക്കേഴ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അയ്യോ അങ്ങനെയല്ലേ മനോജ് കുമാർ പറയുന്നുണ്ട്. പൂമുത്തോടെ നീ എരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി ആരീരാരം ഇടറല്ലേ മണിമുത്തേ കൺമണി മാനത്തൂറക്കാലിന്നോളം അനലെല്ലാം വെയിലായി കുണ്ടടി മാനത്തോളം മഴവില്ലായി വളരേണം എൻ മണി ആഴിത്തിരമാല പോലെ കാത്തു നിന്നെ ഏൽക്കാൻ പീലിച്ചെറു തൂവൽ വീശി കാറ്റിലാടി നീങ്ങാൻ കണ്ണിയേ നീ കനവിതളായി നീ വാ നിധിയേ മടിയിൽ പുതുമലരായി വാ പൂമുത്തോടെ നീരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി ആരീരാരത്തിടറല്ലേ മണിമുത്തേ കൺമണി.
ആരും കാണാമേറ്റിലേ തിങ്കൾ നെയ്യും കൂട്ടിലേ ഇണക്കുയിൽ പാടും പാട്ടിൻ താളം പകരാ പേരുവഴിപ്പൂവിലേ തേനൊഴുകും നോയിലേ ഓമൽ ചിരി ദൂരം നീട്ടി മാറത്തോടുക്കാം സ്നേഹക്കണിയോടമേറി നിൻ തീരത്തെന്നും കാവലാൽ മോഹക്കോതി വാക്കു തൂകി നിൻ ചാരത്തെന്നും നോമലാൽ എന്നെന്നും കണ്ണേ നിൻ കൂട്ടായി നെഞ്ചിൽ പുഞ്ചിരി തൂകുന്ന പൊന്നോൽ പൂറങ്ങ് മുത്തോളെ നീരിഞ്ഞ് വഴിയിൽ ഞാൻ മഴയായും ആരേരാരം ഇടറല്ലേ മണിമുട്ടേ കൺമണി മാറത്തുറക്കാനോളം തണലെല്ലാം വെയിലായി കൊണ്ടേടി മാനത്തോളം മഴവില്ലായി വളരേണം എമ്മണി ആഴിത്തിരമാല പോലെ കാത്തു നിന്നെ കേൾക്കാം പീലിച്ചെറും തൂവൽ വീശി കാറ്റിലാടി കനവിതളായി നീവാ നിധിയേ മടിയിൽ പുതുമലരായി വാവാ. ഓക്കെ, അപ്പം ആ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ വീണ്ടും കമൻസിലേക്ക് വരികയാണ്. ഇവിടെ നമ്മുടെ മരുതുക്കാവ് പേജിൽ ആവശ്യപ്പെട്ട ഒരു പാട്ടാണ്. കാനനവാസ കലിയുഗ വരദ കാനനവാസ കലിയുഗ വരദ കാൽത്തളിരിട കൈ തൊഴുന്നേ നിൻ കാൽത്തളിരിട കൈ തൊഴുന്നേ നിൻ കേശാദിപാദം തൊഴുന്നേ കാനനവാസ കലിയുഗ വരദ കാനനവാസ കലിയുഗ വരദ. അപ്പോൾ നമുക്ക് അടുത്ത പാട്ടിലോട്ട് പോവാം. അടുത്ത പാട്ട് മോള് പാടുന്ന ഒരു പാട്ടായിരിക്കും. ഒരു ഭക്തിഗാനം തന്നെയാണ്. ഇപ്പം കാനനവാസ പാട്ട് അയ്യപ്പൻ്റെ ഒരു പാട്ട് ആവശ്യപ്പെട്ടതിൽ ഒത്തിരി സന്തോഷം. ചൊറ്റാനിക്കര അമ്മയുടെ പാട്ടുകൾ ഇഷ്ടമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു പാട്ട് ചൊറ്റാനിക്കര അമ്മയുടെയാണ്. ആശ്രയം നീ തന്നെ എല്ലാതെ ആരുടെ പാലി എന്ന പാട്ടാണ്. ഈ പാട്ട് ചൊറ്റാനിക്കര അമ്മയെ കുറിച്ച് വർണ്ണിക്കുന്ന ഒരു പാട്ടാണ്. ചൊറ്റാനിക്കര അമ്മയും മൂകാംബിക അമ്മയും ശരിക്കും എല്ലാവരും ഒന്ന് തന്നെയാണ്, നമ്മൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല. ആശ്രയം നീ തന്നെ എല്ലാതെ ആരുടെ പാലി കൊല്ലൂരിൽ വാഴി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മൂകാംബിക ദേവിൻ്റെ പാട്ട് തന്നെയാണ് വരുന്നത്. അപ്പം എല്ലാവരും ഒന്ന് തന്നെയാണ്. ദേവി മൂകാംബികയായാലും സരസ്വതി ആയാലും ചൊറ്റാനിക്കര അമ്മയായാലും എല്ലാം ദേവികളും ഒന്ന് തന്നെയാണ്. അപ്പം ഇനി അടുത്തതായിട്ട് ആ പാട്ടാണ് ആശ്രയം നീ തന്നെ എല്ലാം. ഞാൻ വേറെ കമൻസ് ഒന്ന് വായിക്കാം. ഇതിൻ്റെ ഇടയിൽ ബിന്ദു പ്രേംജിത്ത് നമുക്ക് ഒരു സൂപ്പർ എന്ന് പറഞ്ഞിട്ട് സ്റ്റിക്കർ കമൻസ് ഇട്ട് തന്നിട്ടുണ്ട്. മുസ്തഫ നല്ല വോയിസ് എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച്. ബിന്ദു പ്രേംജിത്ത് നമ്മുടെ ഒത്തിരി സ്റ്റിക്കർ കമൻസ് ഇട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുസ്തഫയുടെ പാട്ടാണ് ഇപ്പോൾ പാടിയത്. അതിനുശേഷം അയ്യോ അങ്ങനെയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കമൻസിന് മറുപടി ആയിരിക്കില്ലേ, മോളെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ, എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് വെച്ചാൽ. അപ്പോൾ അബിത മനസ്സിൽ നമസ്കാരം പറയുന്നുണ്ട്. മോള് സൂപ്പർ ആയി പാടിയെന്ന് ബിന്ദു പ്രേംജിത്ത് പറയുന്നുണ്ട്. അപ്പം നമുക്ക് മോളെ പാട്ട് കേൾക്കാം.
ചോറ്റാനിക്കര വാഴുന്നവരമ്മേ ആശ്രയം ആരോരുമില്ലാത്തവർക്ക് സന്നിധിമേലേ അംബികേ ചോറ്റാനിക്കര വാഴുന്നവരമ്മേ അംബികേ ചോറ്റാനിക്കര വാഴുന്നവരമ്മേ അംബികേ ചോറ്റാനിക്കര വാഴുന്നവരമ്മേ. അപ്പം ആ സോങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇതായിരുന്നു നമ്മുടെ പ്രൊമോ വീഡിയോയിലെ പാട്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഇത് സോങ് പാടാന്ന് വിചാരിച്ച് കമൻസിലോട്ട് വീണ്ടും വരുമ്പോൾ ബിന്ദു പ്രേംജിത്ത് ഞങ്ങൾ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് ഒരുപാട് താങ്ക്സ് ഞങ്ങൾ പറയുകയാണ്. സ്റ്റിക്കർ കമൻസ് വെച്ച് സപ്പോർട്ട് ചെയ്യുന്നത് വലിയൊരു ആർട്ടിൻ്റെ സിമ്പിളൊക്കെ തന്നിരിക്കുകയാണ് മോളെ പാട്ട് കേട്ടിട്ട്. പത്തിശ്ശേരിയിൽ അമ്മ നമസ്തേ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. പത്തിശ്ശേരിയിൽ അമ്മയുടെ പേജ് നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട്, ആശംസകൾ പറയുന്നുണ്ട്. ഒരുപാട് സന്തോഷം. ലജീഷ് KT ക്ലാപ്സ് തന്നിട്ടുണ്ട്, ഒത്തിരി സന്തോഷം. പത്തിശ്ശേരിയിൽ നമുക്ക് നമസ്കാരം ബിന്ദു പ്രേംജിത്ത് പറയുന്നുണ്ട്. സ്റ്റിക്കർ കമൻസ് വീണ്ടും ഇട്ട് വാരി വിതറുന്നു നമ്മുടെ ബിന്ദു പ്രേംജിത്ത്. സൂപ്പർന്ന് സരിത MK പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അനിൽകുമാറും ഇവിടെ ക്ലാപ്സ് തന്നിട്ടുണ്ട്. ബിന്ദു പ്രേംജിത്ത് സ്റ്റിക്കർ കമൻസ് വാരി വിതറി നമ്മളെ വീണ്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ശ്രീവിദ്യ KS നമസ്തേ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഐ ആം ഹൗസ് കാലിക്കറ്റ്. അറിയാം ബിസിനസിൻ്റെ വീട് കോഴിക്കോടാണെന്നറിയാം. ഞങ്ങളിപ്പോഴും കോഴിക്കോടാണ്. ഇനി ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഇവിടെ നിന്ന് തിരിച്ച് തിരുവനന്തപുരത്തോട്ട് പോവുകയാണ്. മോളെ സ്കൂളിൽ നിന്ന് നാളെ തുടങ്ങുകയായി. അപ്പോൾ ഇനി എനിക്ക് കോളേജ് തുറക്കുകയാണ്. അപ്പം വീണ്ടും നമ്മുടെ ഇതിൽ സജീവമാവാൻ പോവുകയാണ്, ജോലിയും പഠിത്തവും ഒക്കെ ആയിട്ട്. ധനീഷ് ചെന്മണ്ട ഒരു സ്റ്റിക്കർ കമൻറ്റ് തന്നിട്ടുണ്ട്, തംസപ്പ്. സുഷമ ചന്ദ്രൻ നമ്മുടെ ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒത്തിരി സന്തോഷം സുഷമ ചന്ദ്രൻ നമ്മുടെ ലൈവിൽ വന്നതിൽ. നമ്മുടെ പേജ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, പാട്ടുകൾ ആവശ്യപ്പെടുക. രാധതൻ പ്രേമത്തോടാണോ എന്ന് അനൂപ് പിള്ളൈ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും പാടാം. ബിന്ദു പ്രേംജിത്ത് കണ്ണൻ സൂപ്പർ എന്ന് പറയുന്നുണ്ട്. ബബിത മാനസ് ഒരു നമസ്കാരം പറഞ്ഞിട്ട് ഒരു പൂച്ചേണ്ടൊക്കെ തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ശ്രീവിദ്യ KS ഇവിടെ സ്റ്റിക്കർ കമൻറ്റ് തന്നിട്ടുണ്ട്. താങ്ക് യു. സുധീഷ് VK നമ്മുടെ ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒത്തിരി സന്തോഷം നമ്മുടെ ലൈവിൽ വന്നതിൽ. നമസ്കാരം. കൺഗ്രാറ്റ്സ് എന്ന് പറയുന്നുണ്ട് ബിന്ദു പ്രേംജിത്ത്. സുധീഷ് VK നമസ്കാരം എന്ന് പറയുന്നുണ്ട്. ഒത്തിരി സന്തോഷം. അമ്മീ നാരായണ നനുപ്പിള്ള കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുതലം മാത്രം എന്ന പാട്ട് ധനീഷ് ചെമ്മണ്ട ചോദിച്ചിട്ടുണ്ട്. ചെമ്പനീർ എന്ന് പറഞ്ഞ പാട്ടും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, രാധതൻ പ്രേമത്തോട് ഒരു 4 വരി രാധതൻ പ്രേമത്തോട് പാടാം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? പറയൂ നിനക്കേറ്റം ഇഷ്ടം, പക്ഷേ പകൽ പോലെ ഉത്തരം സ്പഷ്ടം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? സോ ഒരു ചെമ്പനീർ പൂ എന്ന പാട്ട് ഇവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതല്ല, ഒരു ദലം മാത്രം വിരിഞ്ഞൊരു ചെമ്പനീറാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഒരു ദലം മാത്രം. ഞാൻ 2 പാട്ടായിട്ട് പറഞ്ഞെന്ന് വിചാരിച്ച് ധനീഷ് ചെമ്മണ്ട. ഓക്കെ, ഒരു ദലം മാത്രം വിരിഞ്ഞൊരു ചെമ്പനീറാണ് ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും പാടാം. സരിത MK നമുക്കൊരു പൂച്ചട്ടൊക്കെ സമ്മാനിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഗോപാലകൃഷ്ണൻ ഹായ് എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച് നമ്മുടെ ലൈവിൽ വന്നതിൽ. മോള് സൂപ്പർ ആയിട്ടോ പാടി. ഗുഡ് ഗോഡ് ബ്ലസ് യു എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച് മുസ്തഫ. സൂപ്പർ എന്ന് ഗോപാലകൃഷ്ണൻ ഇവിടെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. ബിന്ദു നമ്മുടെ ലൈവിലുണ്ട്. ഒരു ക്ലാപ്പ് സിമ്പിളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ദലം മാത്രം എന്ന പാട്ട് കേൾക്കാം.
ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പന് മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പന് മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. തരണകൂലങ്ങൾ തുള്ളി നോവിക്കാതെ കഴുകാതെ ഞാൻ നോക്കി നിന്നു. തരണകൂലങ്ങൾ തുള്ളി നോവിക്കാതെ കഴുകാതെ ഞാൻ നോക്കി നിന്നു. ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനെ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. ഓക്കെ, അപ്പം ഒരുതരം എന്ന പാട്ട് 4 വരി പാടിയിട്ടുണ്ട്. പിന്നെ ബിന്ദു ഒരു സ്റ്റിക്കർ കമൻ്റ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. പൂച്ചയുണ്ട്. അണിവാകച്ചാർത്തിൽ ഞാൻ ഉണർന്നു കണ്ണ എന്ന പാട്ട് ധനീഷ് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും പാടാം. അണിവാകച്ചാർത്തിൽ ഞാൻ ഉണർന്നു കണ്ണ മിഴിനീരിൽ കാളിന്തി ഒഴുകി കണ്ണ. അണിവാകച്ചാർത്തിൽ ഞാൻ ഉണർന്നു കണ്ണാ മിഴിനീരിൽ കാളിന്തി ഒഴുകി കണ്ണാ. അറുനാഴിയിൽ എണ്ണ ആടട്ടയോ മറുജന്മപ്പൊടി മെയ്യിനണിയട്ടയോ. തിരുമാറിൽ ശ്രീവത്സ മാവട്ടയോ. അണിവാകച്ചാർത്തിൽ ഞാൻ ഉണർന്നു കണ്ണാ മിഴിനീരിൽ കാളിന്തി ഒഴുകി കണ്ണാ. ശരി, അപ്പൊ മോള് എനിക്ക് തോന്നുന്ന ബോറടിക്കുന്നുണ്ടാവും. അടുത്ത അവള് കിം കിം എന്ന പാട്ട് നമുക്കൊന്ന് കേട്ടാലോ. കിം 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 ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് സോങ് ആണത്, കിം കിം എന്നുള്ള. അപ്പോൾ അവള് റെഡിയാണ്, ട്രാക്കൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് പാടാനായിട്ട്. എല്ലാം ഓക്കെ, എല്ലാം സെറ്റാണ്. നമ്മളിവിടെ പൊളിയാണ്, അപ്പോൾ എല്ലാം സെറ്റാണ്. അപ്പോൾ അവളത് പാടാൻ പോകുന്നു. ഓക്കെ. ഇമ്പമുള്ള
കിം 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 മേ 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 മേ. ഓക്കെ, അപ്പം ഞാൻ വീണ്ടും കമൻസിലോട്ടൊന്ന് പോവുകയാണ്. എനിക്ക് തോന്നുന്ന കമൻസ് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ? നെറ്റിൻ്റെ ചെറിയ ഇഷ്യൂസ് കാരണം എനിക്ക് കമൻസ് അധികം കാണുന്നില്ല. ഇവിടെ നമ്മുടെ ജയപ്രകാശ് ഒരു സ്റ്റിക്കർ കമൻറ്റ് തന്നിട്ടുണ്ട്. പൂച്ചുണ്ട്, താങ്ക് യു സോ മച്ച്. ബിന്ദു നമ്മുടെ ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടാണ് ബിന്ദു. ഒരുപാട് സന്തോഷം. ബിന്ദു ട്രിവാൻഡ്രത്ത് ആണ് താമസിക്കുന്നത്. അപ്പം ഞങ്ങളുടെ പ്രോഗ്രാമൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് സന്തോഷം നമ്മുടെ ലൈവിൽ വന്നതിൽ. മോളെ പാട്ട് കേൾക്കണം എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. മോളൊരു ദിവസം എന്തായാലും വീട്ടിൽ കൂട്ടിക്കൊണ്ടുവരാം. ഞങ്ങൾ ഒരുമിച്ച് വരുന്നതായിരിക്കും. എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ആവശ്യപ്പെട്ടിട്ടുള്ള പാട്ട് രാജഹംസമേ പാട്ട് അവർക്ക് അറിയുന്ന ചോദിക്കാം. രാജഹംസമേ അവൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. വേറൊരു പാട്ട് എന്തായാലും ബിന്ദു ഒരു പാടിത്തരാം. ബിന്ദു ഒരുപാട് സന്തോഷം നമ്മൾ ലൈവിൽ വന്നതിന്. അനു ഏട്ടയിൽ ഒരു നമസ്കാരം പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച് നമ്മുടെ ലൈവിൽ വന്നതിൽ. ഉമേഷ് ജി കൃഷ്ണൻ നമസ്കാരം പറയുന്നുണ്ട്. ഒത്തിരി സന്തോഷം. ഗോപാലകൃഷ്ണൻ നമസ്കാരം. എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്തു നമ്മുടെ ലൈവിൽ വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, പാട്ടുകൾ ആവശ്യപ്പെടുക. സജി ചന്ദ്രൻ ഒരുപാട് ഹാർട്സ് സമ്മാനിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് സജി ചന്ദ്രൻ നമ്മുടെ ലൈവിൽ വന്നതിന്. മുസ്തഫ ഒരു സ്റ്റിക്കർ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഒരുപാട് സ്റ്റിക്കർ കമൻറ്റ്സ് ഇട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുസ്തഫ കമാലിന്. പിന്നെ അത് കഴിഞ്ഞാൽ അനൂപ് വെട്ടയിൽ ഗുഡ് എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. മറ്റൊരു സ്റ്റിക്കർ കമൻ്റ് എല്ലാം ഇട്ട് നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുശേഷം ദിനേശ് നെന്മണ്ട മറ്റൊരു സ്റ്റിക്കർ കമൻ്റ് ഇട്ടിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ ഒരുപാട് കമൻസ് വരുന്നുണ്ട്. ഗോപാലകൃഷ്ണൻ നമസ്കാരം പറഞ്ഞു. സജി സ്റ്റിക്കർ ഇട്ടിട്ടുണ്ട്. പിന്നെ ശ്രീകുമാർ വി ആറ്റുകാൽ നമ്മുടെ ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷം ശ്രീകുമാർ നമ്മുടെ ലൈവിൽ വന്നതിൽ. ലാപ്ടോപ്പ് പേജിലെ മരുതുക്കാവ് ക്ഷേത്രം മരുതുക്കാവ് ക്ഷേത്രം ലാക്കാട്ടൂർന്ന് വന്ദേ മാതരം പാടാവുമെന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും ശ്രീകുമാർ ആറ്റുകാൽ നമ്മുടെ ലൈവിൽ വന്നതിൽ ഒരുപാട് സന്തോഷം. ഇവിടെ ഒരു നേരമെങ്കിലും എന്ന് പറഞ്ഞ പാട്ട് 4 വരി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു നേരമെങ്കിലും എന്ന് പറഞ്ഞ പാട്ട് ഞാൻ പാടാം. നമ്മൾ അതിൽ എനിക്ക് തോന്നുന്നു നെറ്റിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ ഉള്ളതുകൊണ്ട് കമൻസ് വരുന്നത് അപ്ഡേറ്റ് ചെയ്യുന്നത് ഒരിത്തിരി ടൈം എടുക്കുന്നുണ്ട്. അപ്പം ഒരു നേരമെങ്കിലും പാട്ട് 4 വരി പാടാം. അത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സോങ് തന്നെയാണത്. ഈ പാട്ട് യേശുദാസ് പാടിയ ഒരു സോങ്ങാണ്. ഒത്തിരി നല്ല വരികളാണ് അതിൻ്റെ. അപ്പം കമൻസ് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാത്ത എന്താണെന്നുള്ളത് ഞാൻ നോക്കുന്നത്. കമൻസ് നെറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കും. എന്തായാലും നമ്മൾ പാട്ടിലോട്ട് പോകാം. ഒരു നേരമെങ്കിലും
എങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാനി ദിവ്യരൂപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാനി ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാനി ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യനിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഓക്കെ, അപ്പം നമ്മൾ അടുത്ത പാട്ടിലോട്ട് പോവുകയാണ്. ഫുൾ സോങ് പാടാത്തത് റിക്വസ്റ്റുകൾ പലതും ഉള്ളതുകൊണ്ടാണ് മാക്സിമം റിക്വസ്റ്റ് കവർ ചെയ്യുക എന്ന് വിചാരിച്ചാണ് ഫുൾ സോങ് പാടാത്തത്. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും എന്നൊരു സോങ് ഇവിടെ ജയപ്രകാശ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിഷ്ണു നാരായണൻ നമ്മുടെ ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരു തംസപ്പ് ഒക്കെ ഇട്ട് വിഷ്ണു നാരായണൻ ക്ലാപ്സ് തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴുന്ന പാട്ടാണ്. ഇവിടെ കരോക്കെ ഒന്ന് സെർച്ച് ചെയ്യുകയാണ്. മരുതുക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് ഒരു നമസ്കാരം പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ആ പാട്ടിൻ്റെ ഒരു 4 വരി കേൾക്കാം. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴുന്ന സോങ്. നമ പാർവതീപതേ ഹര ഹര മഹാദേവ ശ്രീശങ്കര നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നെറ്റിന്റെ ഇത് കാരണമാണ് സ്റ്റക്കായത്. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓ ചിറയിൽ പരബ്രഹ്മമൂർത്തി ഓ ചിറയിൽ അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓ ചിറയിൽ പരബ്രഹ്മമൂർത്തി ഓ ചിറയിൽ. ചുറ്റുവിളക്കുണ്ട് മീനാക്ഷിക്കാവുണ്ട് കച്ചിറയുണ്ടിലേ ചിത്തത്തിലോർത്തു ഭജിക്കുന്നു ശങ്കര നിത്യവും നിന്റെ നാമം. ചിത്തത്തിലോർത്തു ഭജിക്കുന്നു ശങ്കര നിത്യവും നിന്റെ നാമം. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓ ചിറയിൽ പരബ്രഹ്മമൂർത്തി ഓ ചിറയിൽ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സോങ് തന്നെയാണത്. ഒത്തിരി സന്തോഷം ആ പാട്ട് ആവശ്യപ്പെട്ടതിൽ. ഇനി അടുത്തതായിട്ട് നമ്മൾ പൂക്കൾ പനിനീർ പൂക്കൾ എന്ന പാട്ട് പാടാം രണ്ടുപേരും കൂടെ. ഇത് നമ്മുടെ പ്രിയങ്കരനായ നിവിൻ പോളി അഭിനയിച്ച സിനിമയിലെ പാട്ടാണ്. അപ്പം
നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ രണ്ടുപേരും കൂടെ പാടാം. പൂക്കൾ പനിനീർ പൂക്കൾ എന്ന സോങ്. സോ കമൻസിലോട്ട് ഞാൻ വരാം. മരുതൂർക്കാവിൽ സമിതി ഒരു നമസ്കാരം പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഒരു ക്ലാപ്സ് തന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. അപ്പം ശരി, പൂക്കൾ പനിനീർ പൂക്കൾ എന്ന പാട്ട് കേൾക്കാം നമുക്ക്. യേശുദാസും വാണി ജയറാമും കൂടെ ഒരുമിച്ച് പാടിയ ഒരു യുഗ്മഗാനമാണത്. അപ്പോൾ ഇവിടെ ഞാനും ശ്രീപാർവതിയും മോളും കൂടെ അതിൻ്റെ മറുപടി പാടാം. ഇവിടെ കമൻസിലോട്ട് വരികയാണെങ്കിൽ ഗുരുവായൂരമ്പലം ശ്രീവൈകുണ്ഠം എന്ന പാട്ട് ധനേഷ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, പാടാം. പൂക്കൾ പനിനീർ പൂക്കൾ ഈണം കിളിതനീണം നീയും കേൾക്കുന്നുണ്ടോ? ഓരേണം നീ കൂടെ ഇനിയുക ഒരു വഴിയേ. പൂക്കൾ നീയും കാണുന്നുണ്ടോ? ഈ വലിയവരും നറുമഴയും ഇളനീരും ഇതുവഴി പോയിടും ഋതുപലതെന്നാലും മാനസമാകെ നമ്മൾ നീയും വസന്തം മായരുതെന്നും പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ? അർജുൻ കരിക നമ്മളെ ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. മിടുക്കനായ അർജുൻ നമ്മുടെ ലൈവിൽ വന്നതിൽ ഒത്തിരി സന്തോഷം. അനിമലരിൽ പുഴയൊഴുകും ചുവടുകളൊന്നാകും പ്രിയതര സഞ്ചാരം ഈ വഴി നീളെ താഴം പുകഴ്ചയിലൂടെ തൂകുവതാരോ പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ? ഓരേണം നീ കൂടെ ഇനിയുക ഇരുവഴിയേ. പൂക്കൾ
പനിപ്പൂക്കളിൽ നീയും കാണുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഒത്തിരി സന്തോഷം. രാഹുൽ രാജ് പൂമുത്തോടെ ചോദിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ കുറച്ച് മുന്നേ ആ പാട്ട് പാടിയതേ ഉള്ളൂ. ഒത്തിരി സന്തോഷം. അർജുൻ കലിക നമ്മുടെ മണിക്കുട്ടൻ ലൈവിൽ വന്നതിൽ സൂപ്പർ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച് മണിക്കുട്ട. നമ്മൾ സപ്പോർട്ട് ചെയ്യുക. പാട്ടുകളൊക്കെ ആവശ്യപ്പെട്ട മണിക്കുട്ടൻ പാട്ടുകൾ ചോദിക്കുമ്പോൾ പറ്റുന്ന പാട്ടുകളാണ് തീർച്ചയായിട്ടും ഞാൻ പാടാൻ ശ്രമിക്കുക. കാവശ്ശേരി എസ് പരമേശ്വരൻ സൂപ്പർ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ടോപ്പ് ഫാനായ എല്ലാവരും എത്രയും പെട്ടെന്ന് ഷെയർ ബട്ടൺ കരസ്ഥമാക്കുക. മാക്സിമം പേജിലോട്ടൊക്കെ ഷെയർ ചെയ്യണം. നമ്മുടെ ലൈവ് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക. അപ്പം നേരത്തെ ഇവിടെ ആവശ്യപ്പെട്ട ഒരു പാട്ട് ഗുരുവായൂരമ്പലം ആണ്. ഗുരുവായൂരമ്പലം ശ്രീവൈകുണ്ഠം അവിടുത്തെ ശംഖമണിന്റെ കണ്ഠം കാളിന്തി പോലെ ജനപ്രവാഹം കാൽക്കലേക്കു വാഗച്ചാത്തിലേക്കു ഗുരുവായൂരമ്പലം ശ്രീവൈകുണ്ഠം അവിടുത്തെ കണ്ഠമണിന്റെ കണ്ഠം കാളിന്തി പോലെ ജലപ്രവാഹം കാൽക്കലേക്കു വാഗച്ചാത്തിലേക്കു. സ്വാമി സംഗീതം ആലപിക്കും എന്ന പാട്ട് രാഹുൽ രാജ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും പാടാം. അതിൻ്റെ കരോക്കെ ഒന്ന് സെർച്ച് ചെയ്യട്ടെ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ പലതും പാടാൻ സാധിച്ചു എന്നാണ് കരുതുന്നത്. രണ്ടു പേരും സോങ് തകർത്തു തീർത്തു. ഓൾ ദ ബെസ്റ്റ് എന്ന് മുസ്തഫ കമാൽ പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ആ കമൻസിന്. ഒത്തിരി സന്തോഷം നമ്മുടെ ലൈവിൽ സപ്പോർട്ട് ചെയ്യുന്നതിന്. ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും. പ്രത്യേകിച്ച് ബിന്ദു പ്രേംജിത്ത് കണ്ണനെയും മുസ്തഫ കമാലിനെയും ഒരുപാട് നന്ദിയും സന്തോഷവും എല്ലാം അറിയിക്കുകയാണ് നമ്മുടെ ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്യുന്നതിന്. അപ്പം മറ്റൊരു പാട്ട് പാടാം. സ്വാമി സംഗീതം തീർച്ചയായിട്ടും പാടാം. നീതു മനോജ് വാവ് സൂപ്പർ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച് നീതു. ഒരുപാട് ഹാർട്ട് സ്റ്റിക്കർ ഇമോജീസ് ഒക്കെ തന്നിട്ടുണ്ട് നീതു. ഒരുപാട് സന്തോഷം നമ്മുടെ ലൈവിൽ വന്നതിൽ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിൽ. അപ്പോൾ സ്വാമി സംഗീതം ഞാനൊരു 4 വരി ആലപിക്കാം. രാഹുൽ രാജ് ആവശ്യപ്പെട്ട പോലെ. സ്വാമി സംഗീതമാലപിക്കും താപസഗായകനല്ലോ ഞാൻ. സ്വാമി സംഗീതമാലപിക്കും താപസഗായകനല്ലോ ഞാൻ. ജപമാലയല്ലെൻ്റെ കൈകളിൽ മന്ത്ര ശ്രുതി മീട്ടും തമ്പുരുമല്ലോ. സ്വാമി അയ്യപ്പ സ്വാമി ശബരിമല സ്വാമി. മരുതുക്കാവിലൊക്കെ പാടണമെന്ന് രാഹുൽ രാജ് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ലോക്ക്ഡൗൺ ഒക്കെ മാറട്ടെ. ഞങ്ങൾക്ക് ഒത്തിരി ആഗ്രഹം ഈ ഇവിടെ വന്ന സമയത്ത് ഇതിൽ പാടണം എന്നുള്ളത് ഞങ്ങൾ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പാടാം. മുസ്തഫ കമാൽ മോഹമുദ്രി ആവശ്യപ്പെടുന്നുണ്ട് പാട്ട്. മോഹമുദ്രി അറിയോ? ബ്രഹ്മയാമത്തിൽ പൂജാക്ഷേത്രത്തിൽ
പൊന്നടയിൽ ഞാനിരുന്നു. ബ്രഹ്മയാമത്തിൽ പൂജാക്ഷേത്രത്തിൽ പൊന്നടയിൽ ഞാനിരുന്നു. പൊന്നമ്പലവാസ് അയ്യപ്പൻ തന്റെ പുണ്യാക്ഷരമന്ത്രം പാടി. പൊന്നമ്പലവാസ് അയ്യപ്പൻ തന്റെ പുണ്യാക്ഷരമന്ത്രം പാടി. ഏതോ നിർവൃതി ഞാൻ നേടി. സ്വാമി സംഗീതമാലപിക്കും താപസഗായകനല്ലോ ഞാൻ. ജപമാലയല്ലെന്റെ കൈകളിൽ മന്ത്ര ശ്രുതി മീട്ടും തമ്പുരുവല്ലോ. സ്വാമി അയ്യപ്പ സ്വാമി ശബരിമല സ്വാമി. അപ്പൊ ഇവിടെ രാഹുൽ രാജിന്റെ പാട്ട് നാലുവരി പാടാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. ധനേഷ് ചെമ്മണ്ട ഇവിടെ കമന്റ് ചെയ്തിട്ടുണ്ട്, അച്ഛനൊരു മലയുണ്ട് കൈലാസം, അമ്മയ്ക്കൊരു മലയുണ്ട് ഏഴിമല. അച്ഛനൊരു മലയുണ്ട് കൈലാസം, അമ്മയ്ക്കൊരു മലയുണ്ട് ഏഴിമല. ഏട്ടനൊരു മലയുണ്ട് പഴനിമല, ഇന്നയ്യനൊരു മലയുണ്ട് ശബരിമല. ഞാനത് കേട്ടിട്ടുണ്ട്, ആക്ച്വലി അത് പഠിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. തീർച്ചയായിട്ടും അടുത്ത ലൈവിൽ വരുമ്പോൾ പഠിച്ച് പാടുന്നതായിരിക്കും. ഇനി നമ്മളെ മറ്റൊരു സോങ്ങിലോട്ട് കിടക്കാം. അതിൽ ഒരുപാട് സന്തോഷം, ഒരുപാട് പേര് നമ്മളെ ഈ ലൈവിൽ വന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്നതിൽ. ഈ കാലഘട്ടത്തിൽ ഇപ്പം നമ്മളെല്ലാവരും ഒരു മഹാമാരി, കോവിഡ് എന്ന മഹാമാരിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും ഒരുപാട് വിഷമങ്ങളും, നമ്മുടെ പലവരും നമുക്കറിയുന്നവരും അല്ലെങ്കിൽ നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ആൾക്കാർ വരെ ഇതിൽ പെട്ടിട്ട് മരണം അടയുന്നതായിട്ട് നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് സങ്കടവും സംഘർഷങ്ങളും നിറഞ്ഞ ഒരു അവസ്ഥയാണ് ശരിക്കും. ആ അവസ്ഥയിലും സംഗീതത്തിൻ്റെ സാന്ത്വന സ്പർശം നൽകാനായിട്ട് ഇവിടെ മരുതൂക്കാവ് ക്ഷേത്രം ലാക്കാട്ടൂർ FB പേജ് നടത്തുന്ന ഈ ഉദ്യമനത്തിന് എത്ര കണ്ട് നന്ദിയും പ്രോത്സാഹനവും അറിയിച്ചാൽ മതിയാവില്ല സത്യം പറഞ്ഞാൽ. കാരണം ഒരുപാട് കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പേജ്, FB പേജാണ് നമ്മുടെ മരുതൂക്കാവ് ക്ഷേത്രത്തിലെ പേജ്. അപ്പോൾ ആ ഒരു പേജിലും അതേമാതിരി അമ്മയുടെ ഇതിൽ വരാൻ അമ്മയുടെ എന്താണ് പറയുക, മാത്തൂർക്കാവ് ക്ഷേത്രത്തിലെ ലൈവിൽ തീർച്ചയായിട്ടും നമ്മൾ വന്ന് പാടുന്നതായിരിക്കും. FB പേജിൽ നമുക്ക് വരാൻ സാധിച്ചതിൽ അത് ഞാൻ പറയാൻ വന്നത്, ഒത്തിരി മഹാന്മാരായ കലാകാരന്മാരും കലാകാരികളും ഈ FB പേജ് ലൈവിൽ വന്ന് പാടിയതായിട്ട് എനിക്ക് അറിയാൻ സാധിച്ചു. പ്രത്യേകിച്ച് മിനി കൃഷ്ണകുമാറൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ശ്വേത, നമ്മുടെ സുധേര ചേച്ചിൻ്റെ മോള് ശ്വേതയൊക്കെ ഈ FB പേജ് ലൈവിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പേജിൽ നമുക്ക് പാടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഇതിൻ്റെ അഡ്മിൻസിനൊക്കെ നന്ദി പറയുന്നുണ്ട്. നമുക്ക് രണ്ടുപേർക്കും ഈ ലൈവിൽ വരാൻ സാധിച്ചു, നല്ല നല്ല പാട്ടുകൾ പാടാൻ സാധിച്ചു. അത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. സോ അടുത്ത എന്താണ്, മിനുങ്ങും മിന്നാമിനുങ്ങേ മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ അല്ലേ ആ പാട്ട്. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണ് തിടുക്കം. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ
എനിക്ക് ആ പാട്ട് കലാഭവമണിയുടെ പാട്ടാണെന്ന് അറിയാം, ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ടുമാണ്. പക്ഷേ പഠിക്കാൻ സാധിച്ചിട്ടില്ല. തീർച്ചയായിട്ടും അടുത്തൊരു അവസരത്തിൽ പഠിച്ച പാട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നമ്മുടെ അടുത്തൊരു പാട്ട് എന്ന് പറയുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അതിൻ്റെ വരികൾ എനിക്ക് ഒത്തിരി വരികൾ ഞാൻ ഈ പാട്ടിന് സ്നേഹിക്കുന്നതാണ്. രാജീവ് ആലുങ്കൽ എഴുതി എം ജയചന്ദ്രൻ സാറ് എൻ്റെ ഒരു ഫേവററ്റ് മ്യൂസിക് ഡയറക്ടറാണ്. എം ജയചന്ദ്രൻ സാറ് സംഗീതം നൽകിയ ഇനിയും കൊതിയോടെ എന്ന പാട്ടാണ് അടുത്തതായിട്ട് പാടുന്നത്. അപ്പം നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം. ഇനിയും കൊതിയോടെ കാത്തിരിക്കാം ഞാൻ അമരത്തണലിലുറങ്ങാൻ. ഇനിയും കാതോർത്തു ദൂരെ നിൽക്കാം ഞാൻ അച്ഛൻ്റെ പിൻവിളി കേൾക്കാം. വൃശ്ചികക്കാറ്റുപോൽ എന്നെ തലോടിയ പിച്ചകപ്പൂവായി വിരിയാം ഞാൻ കൊച്ചരിക്കാവായി പറക്കാം. ഇനിയും കൊതിയോടെ കാത്തിരിക്കാം ഞാൻ അമരത്തണലിലുറങ്ങാൻ. അമ്മ നിലാവിൻ്റെ കണ്ണാടി നോക്കി ഞാൻ അച്ഛൻ്റെ ഹൃദയം കണ്ടുവെങ്കിൽ ആ നന്മയം കടലിൻ്റെ ഉന്മയമറിയുന്ന ഉന്മയം എന്നെ ഉളുമ്പിയെങ്കിൽ പുഞ്ചിരിപ്പുലർവേൽ ശിവനിന്റെ ചോട്ടിൽ ഞാൻ സങ്കടം മറന്നും അച്ഛൻ്റെ കുഞ്ഞാൻ മയങ്ങിയേ. ഇനിയും 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 കാതോർത്ത് ദൂരെ നിൽക്കാം ഞാൻ അച്ഛൻ്റെ പിൻവിളി കേൾക്കാം. മഞ്ഞള മറയിട്ട് മനസ്സിൻ്റെ മുറ്റത്ത് മുത്തശ്ശി മേഘം പെയ്തുവെങ്കിൽ അമ്പിളിപ്പെണ്ണിനും താരകത്തരികൾക്കും ഇത്തിരി സ്നേഹമുണ്ടെങ്കിൽ ശബ്ദത്തിരി പോലെ നൊമ്പരമേറിയവേ എന്നും സുഗന്ധം പരന്നേരേ. അച്ഛനും സ്വന്തമായി തീർന്നേരേ. ഇനിയും കൊതിയോടെ കാത്തിരിക്കാം ഞാൻ അമരത്തണലിലുറങ്ങാൻ. വൃശ്ചികക്കാറ്റുപോൽ എന്നെ തലോടിയ പിച്ചകപ്പൂവായി ഉണരാം ഞാൻ കൊച്ചരിക്കാവായി പറക്കാം. ഇനിയും കൊതിയോടെ കാത്തിരിക്കാം ഞാൻ
കമൻസിലോട്ടൊന്ന് വരിക പെട്ടെന്ന്. ഇവിടെ സന്തോഷത്തിന് കാവശ്ശേരി എക്സ്പ്ലനേഷൻ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷം നമുക്കും ഈ ലൈവിൽ വരാൻ സാധിച്ചത്. നിങ്ങളുടെ ലൈവിലെ കമൻസ് എല്ലാം വായിക്കാനും കുറച്ചെങ്കിലും പാട്ടുകളൊക്കെ പാടാൻ സാധിച്ചത്. ധനേഷ് ഇവിടെ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ശിവയായി പിറവിയുണ്ടെങ്കിൽ ഞാൻ ശിവരൂപമായേ, ഇലയായി പിറന്നുവെങ്കിൽ കൂവളത്തിലയായി തളിർക്കും ഞാൻ. ശിലയായി പിറവിയുണ്ടെങ്കിൽ ഞാൻ ശിവരൂപമായേ നേ. അപ്പം ആ പാട്ട് നല്ലവരി പാടാൻ സാധിച്ചിട്ടുണ്ട് ധനേഷിന് വേണ്ടി. പ്രദീപ് പവിത്രനോട് ഒരുപാട് കമൻസ് തരുന്നുണ്ട്. ഒരുപാട് നമസ്കാരം പ്രദീപ് പവിത്രനോട് നമുക്ക് തന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. രണ്ടുപേരും സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. സുഭാഷ് തായു നമ്മുടെ ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹാർട്ട് സിമ്പിളൊക്കെ തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പം ഒത്തിരി സന്തോഷം നമുക്ക് ഇന്നിവിടെ മരുതുക്കാവ് ക്ഷേത്രം ലാക്കാട്ടോറിലെ FB പേജിൽ വരാനും പാടാനും സാധിച്ചതിൽ. അപ്പം അടുത്തൊരു ഗാനത്തോടുകൂടി ഞങ്ങളുടെ ഈ ലൈവ് പരിസമാപ്തിയാകുന്നതാണ്. സാലു കുട്ടപ്പൻ ഹായ് എന്ന് പറയുന്നുണ്ട്. ഹലോ സാലു കുട്ടപ്പൻ, നമ്മുടെ ലൈവിലേക്ക് ജോയിൻ ചെയ്തതിന് ഒരു സന്തോഷം. ഇത് ഒരുപാട് അർത്ഥവത്തായിട്ടുള്ളൊരു പാട്ടാണ്. ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് ശിവ ഭഗവാനെ കുറിച്ചുള്ള ഒരു പാട്ട് തന്നെയാണ്. അതിന് കുറച്ച് ഏതാനും വരികൾ ഒരുപാട് അർത്ഥമുള്ളൊരു പാട്ടായതുകൊണ്ടാണ്. അത് ഇന്ന് തിങ്കളാഴ്ച കൂടി ആയതുകൊണ്ട് ഭഗവാന്റെ ഒരു പാട്ട് പാടിയിട്ട് നമ്മുടെ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ സോങ് നമ്മളോട് പ്ലേ ചെയ്യാം. അപ്പോൾ ഒരുപാട് നന്ദി എല്ലാവർക്കും. നമ്മുടെ പേജിൽ വന്ന് കമൻസ് തന്ന് നമ്മുടെ ഇത്രയും നേരം നമ്മുടെ ഈ പ്രോഗ്രാം കേട്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി. അതോടൊപ്പം തന്നെ നമ്മുടെ ഹരികുമാർ സാറിനും ചേട്ടനും ഒക്കെയാണ് ഈ നമ്മുടെ FB പേജിൽ ഒരു അവസരം തന്നതിനും നമ്മളെ സപ്പോർട്ട് ചെയ്തതിനും ഒരുപാട് നന്ദിയും സന്തോഷവും എല്ലാം അറിയിക്കുന്നു. സോ ഫൈനൽ സോങ്ങിലോട്ട് കിടക്കുകയാണ്. എല്ലാവർക്കും നന്ദി. ഈ പാട്ട് എല്ലാവരും കേട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വരുമോരുതിരുന്നി പതരാതെ മനമേ, ദുരിതങ്ങൾ വളരുമ്പോൾ തളരാതെ മനമേ, പിന്നിട്ട വഴിയോർത്ത് തളരാതെ മനമേ, ഇനിയുള്ള വഴിയോർത്ത് പിറരാതെ മനമേ, പരമമ പൊരുള ശിവനേ നീ ജപി മനമേ, ശിവപദ തളിരിണയെ ചേർന്നറിയുകിൻ മനമേ, വരുമോരുതിരുന്നി പതരാതെ മനമേ, ദുരിതങ്ങൾ വളരുമ്പോൾ തളരാതെ മനമേ, പിന്നിട്ട വഴിയോർത്ത് തളരാതെ മനമേ, ഇനിയുള്ള വഴിയോർത്ത് പിറരാതെ മനമേ, പരമമ പൊരുള ശിവനേ നീ ജപി മനമേ, ശിവപദ തളിരിണയെ ചേർന്നറിയുകിൻ മനമേ. ഒരുവന്റെ ദുഃഖത്തിൽ തെളിയാതെ മനമേ, അപരന്റെ ഉയർച്ചയിൽ പിടയാതെ മനമേ, ഒരുവന്റെ
നിന്റെ ദുഃഖത്തിൽ തെളിയാതെ മനമേ അപരന്തുയർച്ചയിൽ പിടയാതെ മനമേ ചിന്തയിൽ അലയാതെ മനമേ അരുതാത്തതിൽ മോഹം കൊള്ളാതെ മനമേ ധനമെന്ന ചിന്തയിൽ അലയാതെ മനമേ അരുതാത്തതിൽ മോഹം കൊള്ളാതെ മനമേ വരുമോരോ എതിരും നീ പതരാതെ മനമേ ദുരിതങ്ങൾ വളരുമ്പോൾ തളരാതെ മനമേ അളവറ്റ സ്നേഹം കൈവെടിയാതെ മനമേ കടലിൽ കവിഞ്ഞാശ കൊള്ളാതെ മനമേ അളവറ്റ സ്നേഹം കൈവെടിയാതെ മനമേ കടലിൽ കവിഞ്ഞാശ കൊള്ളാതെ മനമേ ആരെയും ശത്രുവർത്തിക്കാതെ മനമേ ഏവരും ബന്ധുവിൻ നറിയന്റെ മനമേ ആരെയും ശത്രുവർത്തിക്കാതെ മനമേ ഏവരും ബന്ധുവിൻ നറിയന്റെ മനമേ വരുമോരോ എതിരും നീ പതരാതെ മനമേ ദുരിതങ്ങൾ വളരുമ്പോൾ തളരാതെ മനമേ പാപകർമ്മങ്ങൾക്കായി തുനിയാതെ മനമേ സത്കർമ്മബോധം നീ നേടുകിൻ മനമേ പാപകർമ്മങ്ങൾക്കായി തുനിയാതെ മനമേ സത്കർമ്മബോധം നീ നേടുകിൻ മനമേ അഹമെന്ന ചിന്തയിൽ നെളിയാതെ മനമേ ഇഹപരസുഖമതിൽ മുങ്ങാതെ മനമേ അഹമെന്ന ചിന്തയിൽ നെളിയാതെ മനമേ ഇഹപരസുഖമതിൽ മുങ്ങാതെ മനമേ വരുമോരോ എതിരും നീ പതരാതെ മനമേ ദുരിതങ്ങൾ വളരുമ്പോൾ തളരാതെ മനമേ നീ എൻ വഴി കാട്ടിയൻ ഓർമ്മിക്കൻ മനമേ എൻ ഭാവുകൾ നിന്നിലെന്നറിയന്റെ മനമേ നീ എൻ വഴി കാട്ടിയൻ ഓർമ്മിക്കൻ മനമേ എൻ ഭാവുകൾ നിന്നിലെന്നറിയന്റെ മനമേ ഗർത്തങ്ങളിൽ എന്നെ വീഴ്ത്താതെ മനമേ നേർവഴിക്കെന്നെ നയിക്കെന്റെ മനമേ ഗർത്തങ്ങളിൽ എന്നെ വീഴ്ത്താതെ മനമേ നേർവഴിക്കെന്നെ നയിക്കെന്റെ മനമേ വരുമോരോ എതിരും നീ പതരാതെ മനമേ ദുരിതങ്ങൾ വളരുമ്പോൾ തളരാതെ മനമേ പിന്നിട്ട വഴിയോർത്തു തളരാതെ മനമേ ഇനിയുള്ള വഴിയോർത്തു പിറരാതെ മനമേ പരമമ പൊരുളാം ശിവനേ നീ ജപി മനമേ ശിവപദതളിരിണയിൽ ചേർന്നറിയുവിൻ മനമേ വരുമോരോ എതിരും നീ പതരാതെ മനമേ ദുരിതങ്ങൾ വളരുമ്പോൾ തളരാതെ മനമേ. ഒരുപാട് സന്തോഷം, നല്ലൊരു പാട്ട് പാടി അവസാനിപ്പിക്കാൻ സാധിച്ചതിന്. നമ്മുടെ ലൈവില് ശ്രീകുമാർ ഈ ആറ്റുകാരി ജോയിൻ ചെയ്തിട്ടുണ്ട്. ശ്രീകുമാർ ഒരുപാട്
സ്റ്റിക്കേഴ്സ് ഇട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമസ്കാരം ശ്രീകുമാർ വീണ്ടും ലൈവിൽ വന്നതിൽ ഒരുപാട് സ്റ്റിക്കേഴ്സ്, ക്ലാപ്സ് ഇട്ട് സ്റ്റിക്കർ, നമുക്കൊരു പൂച്ചയുണ്ട്, സൂപ്പർ എന്നൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ശ്രീകുമാർ. ഒത്തിരി സന്തോഷം ശ്രീകുമാറിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടാൻ സാധിച്ചതിന്. ഗുഡ് എന്ന് ഇവിടെ ജയ വത്സരാജ് കമന്റ് ചെയ്തിട്ടുണ്ട്. ജയ വത്സരാജിന്റെ അമ്മയാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നൈസ് സോങ് എന്ന് പറയുന്നുണ്ട്. ശരിയാണ്, ഒരുപാട് അർത്ഥമുള്ളൊരു പാട്ടാണ്. ഇപ്പോഴത്തെ നമ്മുടെ ഈ കൊറോണ മഹാമാരിയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഇത്ര ഓർത്താൽ മതി. പല ദുരിതങ്ങളും നമ്മുടെ മുന്നിൽ വരും. പക്ഷെ അവിടെയൊന്നും നമ്മൾ പതറാതെ എല്ലാ ദുരിതങ്ങളെയും നമ്മൾ തരണം ചെയ്യണം. അവിടെ തളരരുത്. ദുരിതങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരിക്കലും തളരാൻ പാടില്ല. നമ്മൾ പിന്നിട്ട വഴികൾ ഓർക്കുമ്പോൾ ഒരുപാട് ദുഃഖങ്ങളൊക്കെ താണ്ടിയായിരിക്കും നമ്മൾ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത്. അപ്പോഴൊന്നും നമ്മൾ തളരരുത്. ഇനിയുള്ള വഴി എന്തായിരിക്കും പലരും ആലോചിക്കാറുണ്ട്. ഇനി എന്ത് ചെയ്യും? അതിനെ ഓർത്ത് നമ്മൾ വിരളേണ്ട കാര്യമുള്ള എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? ശിവനെ ജപിച്ചാൽ മാത്രം മതി. അതായത് പരമമാം പൊരുൾ എന്ന് പറയുന്നത് ശിവഭഗവാനാണ്. അപ്പം ശിവഭഗവാന്റെ ശിവപദ തളിരിണയിൽ ചേർന്നലിയും നമ്മൾ ശിവഭഗവാന്റെ കാലി പിടിച്ച് നന്നായി നമസ്കരിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം മാറും. അപ്പം നമ്മളെല്ലാവരും ഭഗവാനെ ഭജിക്കുക. നമ്മുടെ വെട്ടുകാവ് ക്ഷേത്രത്തിലെ പേജ് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. FB ലൈവില് തീർച്ചയായിട്ടും ഇവിടെ കമന്റ് ചെയ്ത മാതിരി ഇനിയൊരു അവസരത്തിൽ മരുതൂർക്കാവ് ക്ഷേത്രത്തിൽ കാവിൽ വന്ന് തന്നെ ഞാൻ പാടുന്നതായിരിക്കും. ഈ കൊറോണ എല്ലാം മാറിയതിനു ശേഷം നമ്മൾ തീർച്ചയായിട്ടും വന്ന് പാടും. മുസ്തഫ കമാൽ സൂപ്പർ, വെരി നൈസ് കമന്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി സന്തോഷം മുസ്തഫ. ശ്രീകുമാർ നമ്മൾ ഒരുപാട് സ്റ്റിക്കർ കമന്റ്സ് വെച്ചിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി സന്തോഷം. അപ്പം എന്തായാലും വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും. ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. ശുഭരാത്രി.